ലീല ടിപ്സ് ആൻഡ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛേ, എന്നാ മോനെ? ഞാൻ ചേട്ടാച്ചനെ കൊണ്ടേ ചിക്കനൊക്കെ വാങ്ങിച്ചു വെപ്പിച്ചിട്ടുണ്ട്. അച്ചമ്മച്ചിയും അമ്മ എല്ലാം പണിയെടുത്ത് ക്ഷീണിച്ച് ഇരിക്കുവാ. അമ്മ ഇപ്പഴാ കുളിക്കാൻ പോയേ. അച്ചമ്മച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് നേരത്തെ സീരിയൽ കാണുവാ. അതെല്ലേ? എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരാഴ്ചയായിട്ടുള്ള പരിപാടിയെല്ലാം ആയിട്ട് എല്ലാരും ക്ഷീണിച്ചു. മടുത്തു. എന്നാ ഉദ്ദേശം? അപ്പൊ നമുക്ക് ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛ ചിക്കൻ കറി ഉണ്ടാക്കി തരുന്നു. ഇന്ന് അച്ഛ വെച്ചോ. ഇന്ന് അവരൊന്നും ഇല്ലല്ലോ. ഇന്ന് അച്ഛ വെച്ചോ. ചേട്ടാച്ചനെ കൊണ്ട് വെച്ചാലോ? അതെ, അച്ഛ വെച്ചോ. അറിയാവുന്നവര് വെച്ചാ മറ്റേ പടത്തിനകത്ത് പറയുന്ന പോലെ നിനക്കറിയത്തില്ലെങ്കിൽ നീ ചെയ്ത് പഠിക്കുന്നു പറഞ്ഞ പോലെ. ആ സാരമില്ല, ചെയ്ത് പഠിച്ചവരുടെ. ഓ, ഇപ്പൊ ഒന്നും അറിയാനൊന്നുമില്ല. അച്ഛൻ മുളകുപൊടി മല്ലിപ്പൊടി. അതെ എന്നാ കാണിച്ചതാ, ഞങ്ങൾ എന്നിട്ടുണ്ടാക്കാം. ഞാൻ പറഞ്ഞുതരാം. ഉണ്ടായിക്കോ. ആകുമ്പോഴത്തേക്കിനും അമ്മയും അച്ഛമ്മച്ചി എല്ലാം തന്നെ റെഡി ആകും. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റാക്കാം. സെറ്റാക്കിയേക്കാം. ഓക്കെ, ഒന്നും വേണ്ട, അവിടെ ഇരുന്നോ. ഞങ്ങൾ സെറ്റാക്കിക്കോളാം. നിങ്ങളെ കുറച്ച് ദിവസത്തെ കലാപരിപാടികളെല്ലാം ഞങ്ങൾ കണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ശകലം ചിക്കൻ ഫ്രൈയും കുറച്ച് ചിക്കൻ കറിയും വെച്ചേക്കാം. അപ്പോൾ നീ കറി വെക്കാനുള്ള സവോളയും പച്ചമുളകും എല്ലാം ഉള്ളിയും എല്ലാം കൂടെ എടുക്കും. അരിഞ്ഞു വെക്കും. നമുക്കേ ചിക്കൻ ഫ്രൈ എടുക്കാനായിട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല. നമ്മൾ മസാലയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഒരു സ്പൂണ് കുരുമുളക് പൊടി. ഒരു സ്പൂൺ. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. കുറച്ച് ഗരം മസാല, ഒരു സ്വല്പം മുളക് പൊടി. ഇത്ര ഇട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് റെഡിയാക്കി ഒരു ശക്കല നേരം വെക്കാം. മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ആകട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചാൽ വണ്ടിയെ പോകുമ്പോൾ വെച്ചോണ്ടിരുന്നേ. അതെ, ഞാൻ അവരോട് അരിയാൻ പറഞ്ഞു. അവരെന്തായാലും അതെല്ലാം പൊളിച്ചു തന്നു. എന്നിട്ട് വേറെ ചെയ്ത് പഠിച്ചാലേ അറിയുള്ളൂ. അതുകൊണ്ട് ലോറി ഇല പോലെ ആക്കിയല്ലേ. ഇവനെ നമുക്ക് പതുക്കെ സെറ്റാക്കി എടുക്കും. എന്നാ സ്ലൈസ് ചെയ്യാനോ? അതിന് പക്ഷെ കൈ കളയില്ല കേട്ടോ. അതിനും വേറെ കൈ ഇതിനാണ് കേട്ടോ. സെറ്റാക്കിക്കോ. അവര് വരുമ്പത്തേന് ഇനി കറിയും കൂടെ വെക്കണം. ഹെൽമെറ്റ് എടുത്തോണ്ടോ? കണ്ണ് നീരാൻ തുടങ്ങി ഒരാളുടെ. അറിയാൻ തുടങ്ങിയല്ലേ. അച്ഛമ്മയും അമ്മയൊക്കെ ആകുമ്പോഴേ അവര് സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വിഷയമല്ല. അതെ 100 കിലോ അരിയുന്നിടത്താണോ? അവരുടെ കണ്ണിൽ ഇത് പരിചയമാണ്. നമുക്ക് അത്ര പരിചയം പോലെ. കുഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പെട്ടെന്ന് റെഡി ആയിക്കോ കേട്ടോ. അതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലേ കറി അങ്ങ് വെച്ചേക്കാം. അല്ല, വെളുത്തുള്ളിയേ അരിഞ്ഞിട്ട് ആദ്യമായിട്ട് കണ്ണ് നീറുന്ന എനിക്കറിയും. വെളുത്തുള്ളി പൊളിച്ചിട്ട് ഇവിടെ സവോള അരിഞ്ഞോണ്ട് കണ്ണ് നീറുന്നുണ്ട്. അതെല്ലേ? കുഴപ്പമില്ല. വെളുത്തുള്ളി പൊളിച്ചിട്ടാ. അല്ല, സവോള ഞാൻ സവോള അരിഞ്ഞപ്പോ ഞാൻ കണ്ണ് നീറുന്നു പറഞ്ഞപ്പോ എന്നെ കളിയാ. അറിയാതെ തന്നെ എന്റെ നീറി. അതെല്ലേ? ചേട്ടാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാനൊരു ചിക്കൻ ഫ്രൈയും ഒരു ചിക്കൻ കറിയും വെച്ച് തരാം. നിങ്ങൾ ഏതായാലും പണിയെടുത്ത് മടുത്തില്ലേ? അതുകൊണ്ട് കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. ആണോ? കമ്പനിയുടെ കണക്ക് ക്ലോസ് ചെയ്യണോ അല്ലേ? എന്നാ ആയിക്കോട്ടെ. നമ്മുടെ ചിക്കൻ കറിക്കും ചിക്കൻ ഫ്രൈക്കും ഉള്ള സാധനങ്ങളൊക്കെ അടുപ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കിയേക്കാം.
നമുക്ക് ആദ്യം കറി നോക്കാം. എണ്ണയെല്ലാം റെഡിയായിട്ടുണ്ട്. ഒഴിച്ച് കടുകൂടിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ. നിനക്ക് പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കാൻ വാങ്ങിച്ചത്. കുഞ്ഞിക്കാണെങ്കിൽ ഈയിടെയായിട്ടേ അങ്ങോട്ട് ചാപ്പാടൊന്നും ഒന്ന് ശരിയാകുന്നില്ലെന്നാണ് കുഞ്ഞി പറയുന്നത്. ആഞ്ഞിരുന്ന് ഇഞ്ചി റെഡിയാക്കുന്നു. ആണോ? പൊളിയുന്നില്ലെന്നങ്ങോട്ട്. അത് കൊള്ളാമല്ലോ. കുഞ്ഞി ഇഞ്ചി റെഡിയായോ? ഇഞ്ചിയൊക്കെ റെഡി. കറിക്കല്ലേ ഉള്ളൂ. കറിക്ക് ഫ്രൈ ഇഞ്ചി ഇല്ലല്ലോ. സവോളയൊക്കെ വഴന്നിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതോടെ നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം അല്ലേ? ഒക്കെ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടുന്ന കറികളാണ് കേട്ടോ. രണ്ട് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാവേ. നല്ല മണമുള്ള കരിയാപ്പലയും അതല്ലേ? മണമുണ്ടായി ഗുണമുണ്ട്. നമുക്കേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. സെറ്റായി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. ഇനി ബാക്കി സാധനം കൂടെ വേണം. മുളക് പൊടി തപ്പിക്കണ്ടുപിടിക്കൂ. എണ്ണു അതാണോ? അല്ല, തെറ്റിപ്പോയി. അവസാനം കിട്ടിപ്പോയി. ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല ഇട്ട് കൊടുത്തോ. മസാല ഇളക്കി കൊടുക്കാം. നമുക്കേ മസാല എല്ലാം റെഡിയായിട്ടുണ്ട്. ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തോ. കഴിക്കാൻ ധൃതിയായെന്ന് തോന്നുന്നു. കിടക്കുന്നുണ്ടല്ലേ? പിന്നെ ഇല്ലാതിരിക്കുവോ? ഇനിയേ എന്താ രണ്ട് സ്ത്രീജനങ്ങളുണ്ടായിരുന്നു, അവരെ കണ്ടോ? അവരൊന്നും ഇല്ല. അവര് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരാതിരിക്കുക. അത് മടുത്തു. അതുകൊണ്ട് അടുക്കള കയറി നിന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ കയറി കിട്ടാലായിരുന്നു. അതെ മുമ്പേ അവരെ ഉണ്ടായിരുന്നു. കുളിക്കാൻ പോയപ്പോ ഒരു ഓഫിങ് പോലെ. ഇനി എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയെടുക്കാം. അതെ, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ചിലപ്പോൾ അടി പിടിക്കും. ഇതിനകത്തെ വെള്ളമുണ്ട്. എന്നാലും നല്ല റെഡിയാണെങ്കിലേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി. മസാലയ്ക്ക് ഉള്ള ഉപ്പേ നമ്മൾ ഇട്ടുള്ളായിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. സെറ്റായി. ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു കൊടുക്കാം. കറി വേകട്ടെ. ആ നേരം കൊണ്ട് ഫ്രൈ നോക്കുന്നു. നേരം കൊണ്ട് നമുക്ക് ഫ്രൈ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, വേവട്ടെ. അപ്പോൾ അച്ഛൻ ലോറിയിലെ പോലത്തെ കറിയൊക്കെ വെക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിലെ പോലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അത് കൊള്ളാലോ. ഓപ്പോസിറ്റ്. അപ്പോൾ നിനക്ക് ഫ്രൈ ചെയ്യാൻ അറിയാമെന്നാണോ നീ പറയുന്നത്? ആണോ? അതെ. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ ആക്കൂടാ? ഇന്ന് എങ്ങനെയാണേലും ഫ്രൈ ചെയ്തിട്ടുള്ളതാ അല്ലേ? മിക്കവാറും അച്ഛ കിഴങ്ങ് കറി ഉണ്ടാക്കിയ പോലെ ആയിരിക്കും. ചിക്കൻ ആയതുകൊണ്ടാണ് അവൻ കയറിയത് കേട്ടോ അടുക്കളയിൽ. അതെ. ഇപ്പൊ മസാലയൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു അല്ലേ? മസാലയൊക്കെ നമ്മൾ 3 പേരോട് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ അവരെ അടുക്കളയിൽ നിന്ന് പുറത്താക്കാം. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നാ ഫ്രൈയും റെഡിയാക്കി, കറി ഇതേ റെഡി ആവുന്നുണ്ട്. സെറ്റാക്കി നമുക്ക് പെട്ടെന്ന് അവരെ കൂടെ വിളിക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യട്ടെ.
അതെ ഇതിന്റെ അകത്തൊക്കെ ഈ കുറച്ച് വെളുത്തുള്ളി ഇടുവാണെങ്കിൽ വെളുത്തുള്ളിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ? ഞാൻ പൊളിച്ചു വെച്ച വെളുത്തുള്ളി എല്ലാം തീർന്നു. കുറച്ച് വെളുത്തുള്ളിയും കൂടെ പൊളിക്കാം. അത് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോയിട്ട് നമ്മുടെ ഫ്രൈ ഒക്കെ റെഡിയായോ? ഇല്ല. ഒരു സൈഡേ ആയുള്ളൂ. ഇപ്പൊ കറക്റ്റ് ടൈം ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പൊ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ആവും. ഇതെല്ലാം കൂടെ ഇട്ടേക്കാം. ഇതെല്ലാം കൂടെ ചിക്കനും മണ്ടയിലിട്ടും എല്ലാം ഇട്ടിടാം. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ മുളകിന്റെ ഒക്കെ ഒരു ചൊവയും എല്ലാം കൂടെ ഇറങ്ങി ചിക്കനും എല്ലാം അങ്ങ് റെഡി ആവട്ടെ. ആ ആവട്ടെ. ആ കറി എന്നായി? കറിയും കൂടെ നോക്കിക്ക്. കറി ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പരിപാടികളുണ്ട്. എന്നതാ? കാണിക്കാം. നമുക്കേ ഈ ഫ്രൈ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പോയാലോ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാം. കറിയായി ഫ്രൈയും കൂടെ ആയി കഴിഞ്ഞാൽ അവരെ വിളിച്ച് ഉള്ള ചോറും കൊടുത്തിട്ട് കയറ്റിക്കറി തുറക്കാം. പെട്ടെന്ന് കഴിക്കാം. നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. ഇതൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ട് പോയത് അറിഞ്ഞുകൊണ്ട്. ആണോ? അതപ്പം നമുക്ക് റെഡിയാക്കാനായിട്ട് അവർക്ക് തന്നെ നല്ല സാധനം കഴിക്കണമെന്നുണ്ടായിരുന്നു അല്ലേ? അതെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ അതും മറ്റേ മുളകും എല്ലാം കൂടെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വരുവാ. അമ്മേ കണക്ക് നോക്കി കഴിഞ്ഞില്ലേ? കഴിക്കാറായി. വരുവല്ലേ? ഓക്കെ. അച്ചമ്മച്ചി കഴിക്കാറായി. അച്ചമ്മച്ചി ഇങ്ങനെ ഇരിക്കുവായിരുന്നു, എപ്പോഴാ കഴിക്കാൻ വിളിക്കുന്നേന്ന് ഓർത്ത്. എന്നാ വന്നേരെ ഞങ്ങളെ ചിക്കൻ ഫ്രൈയും എല്ലാം കറിയും എല്ലാം കഴിച്ചു നോക്ക്. വാ. എന്നാ വരുന്നു. വയോ. പിന്നെ എല്ലാരെയും വിളിച്ചു വരുന്നുണ്ട്. ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിൽ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങള് ക്ഷീണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങ് സെറ്റ് ചെയ്ത് തന്നുള്ളൂ കേട്ടോ. അതെല്ലേ? ഇഷ്ടപ്പെട്ടോന്ന് കഴിച്ചോ. അമ്മ നോക്കിയേ എങ്ങനെയുണ്ട് ഞാൻ വെച്ച കറിയും ഫ്രൈയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഫ്രൈ ആണ് വെച്ച കേട്ടോ. ഞാനും എവിടുന്നൊക്കെ ആൾക്കാർ പറയാവേ. അതാ പറഞ്ഞേ, എവിടുന്നൊക്കെ ആൾക്കാർ ഓടി കൂടുന്നു. ഞാൻ അരിഞ്ഞത് ചെറുതായിട്ട്. സൂപ്പർ കറി. തേങ്ങാപ്പാലിനകത്ത് വെച്ചു. സർട്ടിഫിക്കറ്റ് കിട്ടി. അടുത്തത് നെക്സ്റ്റ് ഷെഫീന്ന് പറയൂ. എല്ലാരും കൂടെ പൊക്കി ഇതെല്ലാത്തിനുള്ള പരിപാടി. ചിരിക്കൂടെ നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ആയിട്ട് തരുവാനും ഇഷ്ടമായിരുന്നു. ഇല്ലെന്നേ. അല്ല ഇതെങ്ങ് തുടർന്നോട്ടോ, നാളെ എന്നും വൈകുന്നേരം. അല്ല വള്ളം എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലായി. പകലൊക്കെ ഞങ്ങൾ ചെയ്താണ്, വൈകിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞങ്ങൾ 3 പേരോടെ ചെയ്തോളാം. അത് നല്ല കാര്യല്ലേ? പക്ഷേ നമുക്ക് പോലെല്ലാം വന്നിട്ട് വൈകിട്ട് നമുക്ക് കറിയൊക്കെ കൊള്ളാലേ? സൂപ്പർ. കറിയൊക്കെ നല്ല സൂപ്പറായി. ഫ്രൈ ഇഷ്ടപ്പെട്ടു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.